ഹൈക്കോടതി നിർദ്ദേശിച്ച ഭേദഗതി ആയതുകൊണ്ട് അതിൻ്റെ നിയമത്തിനൊരു പിൻവല്ലുണ്ടല്ലോ. അല്ലെങ്കിൽ ആ നിയമവും അതിൻ്റെ കാര്യവും പറ്റൂല എന്ന് കേന്ദ്രം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അത് കിട്ടുമെന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം ഇത് ഹൈപ്പവർ കമ്മിറ്റി കോടതി നിശ്ചയിച്ചതാണ്. ആ ഹൈപ്പവർ കമ്മിറ്റി കോടതി നിശ്ചയിച്ച ആ കമ്മിറ്റിയുടെ നിർദ്ദേശത്തോട്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഈ ആരാധനാലയങ്ങൾ നന്നാക്കുന്നതിനോടൊരു താല്പര്യക്കുറവുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഒരു ചിന്തയുമായി ബന്ധപ്പെടുന്നതാണല്ലോ, ക്ഷേത്രങ്ങളുടെ ഒക്കെ കൂടുതൽ വിശ്വസിക്കുന്നവരാണല്ലോ അവർ. അപ്പോൾ അവരിൽ നിന്ന് നല്ല അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. 22-ാം തീയതി ഒരു ബദൽ അയ്യപ്പ സംഗമം കൂടി നടക്കുന്നുണ്ട് പന്തളത്ത്. അത് കുറച്ച് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ഞാൻ ഇപ്പം രാഷ്ട്രീയമായിട്ട് മറുപടി പറയണോ വേണ്ടെന്നുള്ളതാണ്. എന്താ പറയുന്നത്? ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ജിമ്മിക്കാണ്. സന്തോഷം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന്, ഈ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സംഘം അത് രാഷ്ട്രീയ നീക്കമായിട്ടാണ് കാണുന്നത്? അല്ലല്ല, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് അവർ ഭയപ്പെടുന്നു. ഇത് നടത്തിയാൽ വോട്ടർമാർ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിലേക്ക് വരുന്നു, വോട്ട് മുഴുവൻ ചെയ്യുന്നവർ ഭയപ്പെടുന്നു. ഈ ഭയപ്പാട് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവ് ഇത് തന്നെയാണ്. അവർ ഭയപ്പെടുന്നു. മറ്റേ എന്താണ്, ഇന്നലെ നിയമസഭയിൽ വനവുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയ താല്പര്യം. അപ്പോൾ എന്താണ്, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇത് നല്ല കാര്യമാണെന്നും അത് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുമെന്നും അവർ ഭയപ്പെടുന്നു. അവരുടെ ഭയപ്പാടിൻ്റെ അർത്ഥം ഞങ്ങൾ നാളെയും അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നാണ്.